ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനും കാർത്തികയും കൂടി ലക്ഷ്മിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലക്ഷ്മി അമ്മ എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു വിടണം എന്നുള്ള രീതിയിൽ കാർത്തിക സംസാരിച്ചതും പ്രകാശനാണെങ്കിലും എൻ്റെ പൊന്നു മോളെ, അവൾ അന്ന് അവിടെ വന്നതല്ലാതെ അവളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഈ അച്ഛൻ അറിയത്തില്ല. എന്തായാലും അവളുടെ ഒരു ഫോൺ നമ്പറോ അല്ലെങ്കിൽ അവളുടെ അഡ്രസ്സോ എന്തെങ്കിലും കിട്ടിയിട്ടാണെങ്കിൽ അച്ഛൻ പോയി അന്വേഷിച്ചേനെ. പക്ഷെ ഒന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് അവളെ അന്വേഷിക്കുന്നത്? അച്ഛൻ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ നാളെ കോടതി ഹാജരാകാനല്ലേ പറഞ്ഞത്. ആ സ്ത്രീ അവർ വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള വിവാഹം വരെ മുടങ്ങിപ്പോയത്. എന്തായാലും അവരെ ഇറക്കി കളിച്ച കല്യാണിക്കും കിരണിനും ഒക്കെ തക്ക ശിക്ഷ ഞാൻ കൊടുക്കുന്നതായിരിക്കുമെന്നും കാർത്തിക പറഞ്ഞു. ഇതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പ്രകാശന്റെ മനസ്സിനൊരു കുളിർമ വരികയാണ്. എന്തായാലും ലക്ഷ്മി എന്ന് പറയുന്നവള് ഇപ്പം വന്ന് പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തി തൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ പ്രകാശൻ ഇരിക്കുകയാണ്. അച്ഛനറിയാവോ, എൻ്റെ അമ്മ ഇപ്പോൾ ബിസിനസ്സിൽ പോലും ശ്രദ്ധിക്കുന്നില്ല. അന്ന് തന്നെ എന്തുമാത്രം സങ്കടത്തിലാണ് എൻ്റെ അമ്മ ഇരുന്നത്. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ ആശ്വസിപ്പിച്ചു. എന്തിനാ എൻ്റെ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കാനായിട്ട് അവരൊക്കെ വന്നു ചേർന്നത്? എന്തായാലും അച്ഛൻ കരഞ്ഞു കാല് പിടിച്ചിട്ടാണെങ്കിലും ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയോട് ഈ കേസ് പിൻവലിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയണം. അങ്ങനെ പ്രകാശൻ ഈ കാര്യങ്ങളും ഒക്കെ കേട്ട് അച്ഛൻ മാക്സിമം ശ്രമിക്കാം മോളെ, എന്തായാലും അച്ഛൻ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ തന്നെ പരിശ്രമിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. കോടതിയിൽ നിൽക്കുന്ന ലക്ഷ്മി അമ്മയെയും വക്കീലിനെയും കാണിക്കുക. അപ്പോൾ വക്കീല് ലക്ഷ്മി അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ, ഇപ്പം മേഡവും മേഡത്തിൻ്റെ മോളും കൂടി കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, പ്രകാശൻ ഇനി എന്ന് കണ്ടുപിടിക്കാനാണ്? വക്കീലെ, പ്രകാശന് വേണ്ടിയിട്ട് വാദിക്കാൻ വരുന്നത് എൻ്റെ ലീഗൽ അഡ്വൈസറാണ്. എന്തായാലും വക്കീലിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ഇപ്പം നമ്മൾ 3 പേരും ഉണ്ട് ഈ കളിയിൽ. അതെന്തായാലും മേഡം എന്നോട് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. വരട്ടെ അവറ്റകള്, അവരെ ഇന്ന് കോടതിയിലിട്ട് വലിച്ചു കീറുന്ന കാര്യം ഞാൻ ഏറ്റു. ആ ഭാനുമതി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്, ആ പ്രകാശന്റെ അമ്മ, അവരാണ് ഇതിൻ്റെയൊക്കെ ആണിക്കൂട്. ആ തള്ളയെ വേണം ആദ്യം പൊളിക്കാനായിട്ട്. മേഡം ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് പ്രകാശനെയും അമ്മയും ഒക്കെ പൊളിച്ചെടുക്കാമെന്ന് വക്കീൽ വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം ആ മഞ്ഞക്കാർ അവിടെ വന്നു. നമ്മുടെ പ്രകാശനും ഭാനുമതിയും വിക്രവും ഒക്കെ കാറിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ ലക്ഷ്മി അമ്മയെ കണ്ടത് മൂങ്ങ നിൽക്കുന്നടാ ആ അസത്ത് പിടിച്ചവള് എങ്ങനെയെങ്കിലും അവളുടെ കയ്യോ കാലോ പിടിച്ചിട്ട് ഈ കേസ് പിൻവലിക്കാൻ പറയും. അങ്ങനെ പ്രകാശൻ നമ്മുടെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, അല്ലച്ച, ഇവരന്ന് നമ്മുടെ കമ്പനിയിൽ വന്നതല്ലേ, ഇവരായിരുന്നല്ലേ അച്ഛൻ്റെ മുൻ ഭാര്യ? അതേടാ മോനെ, നിന്നോട് അന്നത്തെ സാഹചര്യത്തിൽ ഈ സത്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് അച്ഛൻ അന്ന് മിണ്ടാതെ നിന്നത്. എന്നാലും എൻ്റെ അച്ഛ, ഇവരും കാർത്തിക ചേച്ചിയും തമ്മിലൊക്കെ വലിയ അടുപ്പമാണെന്ന് തോന്നുന്നല്ലോ മോനെ. അത് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ. ഇവളന്ന് എന്തോ കോടികളുടെ വില്ല പണിയാനാന്നും പറഞ്ഞല്ലേ കമ്പനിയിൽ വന്നത്. എന്തായാലും നീ വാ, ഞാൻ അവളുടെ കാലൊന്ന് പിടിച്ച് നോക്കാന്ന് പറഞ്ഞു. നമ്മുടെ മൂങ്ങാമുത്തശ്ശി ലക്ഷ്മിയെ കണ്ടതും മോളെ ലക്ഷ്മി എന്ന് വിളിക്കുകയാണ്. സ്നേഹത്തോടു കൂടി ലക്ഷ്മി എന്ന് വിളിച്ചതും, തള്ളേ, ദേ നിങ്ങൾ എന്താ എന്നെ വിളിച്ചത് മോളെ എന്നോ? നിങ്ങൾ അത്തരത്തിലുള്ളൊരു തള്ളയൊന്നും അല്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് എന്ന് മുതൽ തുടങ്ങി എന്നെ മോളേന്ന് വിളിക്കാൻ? എന്നോടും എൻ്റെ കുഞ്ഞിനോടും ഒക്കെ കൊടും ക്രൂരതകൾ കാണിച്ചിട്ട് ആ നാട്ടിൽ നിന്ന് രായ്ക്ക് രാമായണൻ രക്ഷപ്പെട്ട നിങ്ങളാണോ എൻ്റെ അടുത്ത് വന്ന് ഈ സംസാരിക്കുന്നത്? എന്തായാലും നിങ്ങൾ അങ്ങോട്ട് അകത്തോട്ട് ചെല്ല്, നിങ്ങൾക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുക. അപ്പം മൂങ്ങിക്ക് പേടിയായി. ദൈവമേ, ഇത് എന്തൊക്കെയായി നടക്കുന്നത്? പ്രകാശനാണെങ്കിലും ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട്, ലക്ഷ്മി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിന്നോട് ഞാൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പം നീ ഇവിടെ വന്ന് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാലും അറിയാലോ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വിവാഹമാണ് നീ കാരണം മുടങ്ങിപ്പോയത്. എടോ, തനിക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോടോ? താൻ എന്നെയും പറ്റിച്ച് മറ്റൊരു ദീപ എന്ന് പറയുന്ന ഒരുത്തിയും പറ്റിച്ച് എന്നിട്ട് ഇപ്പം 3ാമത് വിവാഹം കഴിക്കാൻ പോയിരിക്കുന്നു. തനിക്ക് നാണം ഇല്ലേടോ എന്ന് ചോദിക്കുക. ഇത് കേൾക്കുമ്പോൾ പ്രകാശനാണെങ്കിൽ ഒരു നാണോ ഒരു ഉളുപ്പും ഇല്ലാത്ത പോലെ അവിടെ ഇങ്ങനെ നിൽക്കുക. ലക്ഷ്മി, നീ എന്നോട് ക്ഷമിക്കണം, പറ്റിപ്പോയതൊക്കെ പറ്റിപ്പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ലടോ. തനിക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്, താൻ അങ്ങ് അകത്തോട്ട് ചെല്ലെന്ന് പറയുക. അപ്പം ഈ സമയം നമ്മുടെ കിരണും കല്യാണിയും അതുപോലെ ദീപയും കൂടി അവരുടെ വണ്ടിയിൽ വന്ന് ഇറങ്ങുക. അപ്പം പ്രകാശൻ ഇവരെ കണ്ടതും, നിന്നെ ചെന്നൈയിൽ നിന്ന് ഇളക്കി ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ ദാ നിൽക്കുകയാണല്ലോ.
ദേ അവരും നീയും കൂടി ചേർന്ന് കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, ഇത് ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിച്ചോണം, എനിക്ക് മനസ്സമാധാനം വേണമെന്നും പറഞ്ഞ് പ്രകാശൻ ദേഷ്യപ്പെട്ട് പോവുക. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ദീപയൊക്കെ ചേർത്ത് നിർത്തി ലക്ഷ്മിയാണെങ്കിലോ ആ പോയവനുണ്ടല്ലോ അവനെ ഞാൻ ഈ പൂച്ച എലിയിട്ട് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കും, കണ്ടോ നീ. അങ്ങനെ അവരെല്ലാരും കൂടി ആ ഒരു ഹാളിനകത്ത് കയറുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയുടെ വക്കീൽ വന്നിട്ട്, അതെ ഭാനുമതി അമ്മയെ വിസ്തരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഭാനുമതി അമ്മയെന്ന് കേട്ടതും നമ്മുടെ മൂങ്ങ ഞെട്ടി. മൂങ്ങ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റു. എൻ്റെ ദൈവമേ, എന്നെ തന്നെയാണോ ഈ വിളിക്കുന്നത്? വല്യമ്മയ്ക്ക് ചെവി കേൾക്കില്ല എന്ന് ജഡ്ജി ചോദിക്കുകയാണ്. കേൾക്കാൻ സാറേ, ചെവിക്കൊന്നും ഒരു കുഴപ്പമില്ല. അല്ല, പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാനൊന്ന് പേടിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൂട്ടി കയറി നിന്ന്, സത്യം മാത്രമേ ഞാൻ ഇനി പറയുള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സാറേ. അപ്പോൾ ഇവരോട് ചോദിച്ചേക്കാം, നിങ്ങൾ എവിടെയാ താമസിച്ചിരുന്നതെന്നും നിങ്ങളുടെ നാട് എവിടെയാണ് എന്നും ഒക്കെ ചോദിക്കുമ്പം നമ്മുടെ മൂങ്ങ ഒരു തമിഴും അതുപോലെ തന്നെ മലയാളവും കൂടി ടച്ചുള്ള ആ ഒരു ബോർഡർ ഏരിയയിലാണ് താമസിച്ചതെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടുകയാണ്. പിന്നെ മൂങ്ങയുടെ ആ ഒരു പണ്ടത്തെ കാര്യങ്ങൾ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ വക്കീൽ ചോദിക്കുക. എൻ്റെ പൊന്നു സാറേ, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അവരൊക്കെ നേരത്തെ മരിച്ചുപോയതാ. പിന്നെ ഈ പറയുന്ന ലക്ഷ്മിയെ വിവാഹം കഴിച്ച സമയത്ത് അന്നേരം മാത്രമേ ഞങ്ങൾ അവിടെ നിന്നിട്ടുള്ളൂ. അതിനുശേഷം ഞങ്ങൾ കേരളത്തിലേക്ക് പോരുക ചെയ്തത്. എന്തായാലും നിങ്ങളുടെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന് വക്കീൽ ചോദിക്കുമ്പം, എൻ്റെ ദൈവമേ, ഇനി ഇയാളെങ്ങാനും കണ്ടെത്തിയോ എൻ്റെ അച്ഛനെ എൻ്റെ അമ്മാവന്മാർ ചേർന്ന് തല്ലിക്കൊന്നതാണെന്ന്. അങ്ങനെ നമ്മുടെ മൂങ്ങ എന്തുകൊണ്ടാണ് പെൺകുട്ടികളെ വെറുക്കുന്നതെന്നും പെൺപിള്ളേർ ഐശ്വര്യക്കേടാണെന്ന് പറയുന്നത് എന്നുള്ള ഒരു കാര്യം അവിടെ വെച്ച് വക്കീൽ മൂങ്ങയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. അങ്ങനെ ആ നാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു വിശ്വാസമായിരുന്നു, വീട്ടിലെ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് മൊത്തത്തിൽ നശിച്ച് നാറാണക്കല്ല് പിടിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും കുടുംബക്കാരും ഒക്കെ ഇത് നല്ല രീതിയിൽ വിശ്വസിച്ച് പോന്നിരുന്നു. ആ ഒരു വിശ്വാസമാണ് സാറേ അവരെല്ലാവരും കൂടി കുഞ്ഞായിരുന്ന എന്നിൽ അടിച്ചേൽപ്പിച്ചത്. അപ്പൊ ആ അടിച്ചേൽപ്പിച്ച സംഭവം നിങ്ങൾ വലുതായപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ മകനിലും അടിച്ചേൽപ്പിച്ചില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളുടെ മകൻ ഇങ്ങനെ പെൺകുട്ടികളെ വെറുക്കുന്ന ഒരു അച്ഛനായി മാറിയത്. എൻ്റെ സാറേ, അത് അവിടുത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. സത്യം പറയും, നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഡെയിലി വഴക്കായിരുന്നു എന്ന് ചോദിക്കുക. അതെ സാറേ, അങ്ങനെ വഴക്ക് മൂത്ത് എൻ്റെ അമ്മാവന്മാർ ചേർന്ന എൻ്റെ അച്ഛനെ തല്ലിക്കൊന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന് പോന്നെങ്കിലും എൻ്റെ ആ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും വന്നില്ല സാറേ. അപ്പം ഈ മൂങ്ങ മുത്തശ്ശി നിന്ന് പണ്ടത്തെ പഴങ്കഥകളുടെ കെട്ടഴിക്കുന്ന സമയം പ്രകാശൻ അവിടെ നിന്ന് ആംഗ്യം കാണിക്കുക, നാശിപ്പിക്കല്ലേ അമ്മ എന്നുള്ള രീതിയിൽ. അപ്പം ജഡ്ജി ഇത് കണ്ടു. അതെ, ഈ കോടതിയകത്ത് ഇവിടെ നിന്നിട്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല പ്രകാശ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ നിന്ന് പറയണം. തൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത് മുഴുവനും തൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞല്ലോ. താൻ എങ്ങനെയാണ് സ്ത്രീകളെ വെറുക്കുന്ന ഒരുത്തനായി മാറിയതെന്ന്, അങ്ങനെയുള്ള താൻ എങ്ങനെയാണോ ഈ 3 വിവാഹം കഴിച്ചതെന്ന് വക്കീല് ചോദിക്കുക. അപ്പം എൻ്റെ പൊന്നു സാറെ, ആദ്യം ഇവൻ വിവാഹം കഴിച്ചത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തിയാണല്ലോ. ഇരിക്കുന്നവള്, ഇവനെതിരെ കംപ്ലൈന്റ് തന്നിരിക്കുന്നവള്, അവളുണ്ടല്ലോ, അവള് മഹാപിഴയായിരുന്നു സാറേ. അവൾക്ക് ആ നാട്ടില് ഒരുപാട് ആണുങ്ങളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ എൻ്റെ മകൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് അവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചത്. പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ചതോ? വക്കീലിന്റെ ഈ ചോദ്യത്തിന് മുന്നിൽ മൂങ്ങ 1 മിനിറ്റ് മിണ്ടാതെ നിന്നു. ഇനി അതും അങ്ങ് പറഞ്ഞേക്കാം. എന്തായാലും ഞാനായിട്ട് ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല സാറേ. ഇവളുമായിട്ടുള്ള ബന്ധം പിരിയാൻ കാരണം അവളുടെ മരുമകന്റെ അച്ഛനാണ് സാറേ, സേനൻ എന്ന് പറയുന്ന ഒരുത്തൻ. അവനുണ്ടല്ലോ, അവനും ഈ ദീപയും തമ്മിലുള്ള ബന്ധം എൻ്റെ കൊച്ചുമകൻ വിക്രം വരെ കണ്ടതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ബന്ധത്തെക്കുറിച്ച് അറിയായിരുന്നു സാറേ. അതുകൊണ്ട് മാത്രമാണ് ദീപയെ ഉപേക്ഷിച്ചത്. എന്നിട്ട് ഇപ്പൊ 3ാമത് എന്തിനാ നിങ്ങളുടെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്നത്? അതോ എൻ്റെ സാറേ, വയസ്സാം കാലമായില്ലേ സാറേ എനിക്ക്. ഞാൻ ഈ വയസ്സാം കാലത്ത് എൻ്റെ മകന് നാഴി അരി വെച്ച് കൊടുക്കേണ്ട അവസ്ഥയല്ലേ വന്നേക്കുന്നത്. അതുകൊണ്ട് അവന് ഒരുപാട് അസുഖങ്ങളും ഒക്കെ ഉള്ളതാ. 2 അറ്റാക്ക് കഴിഞ്ഞതാ എൻ്റെ പൊന്നു മോന്. ആ മോന് വയസ്സാം കാലത്ത് 1 ഗ്ലാസ് കട്ടൻ വെള്ളം കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ സാറേ? അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് ദേ പൊന്നുംകുടം പോലത്തെ ഒരു കുടുംബക്കാരെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു പൊന്നുമോളും അവളുടെ അമ്മയും. അപ്പം അവർക്കും അതൊരു സഹായം ആയിക്കോട്ടെ. എൻ്റെ മകന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ച സാറേ ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ ഞങ്ങളാരും ഈ ഇരിക്കുന്ന ആൾക്കാരെ ഒന്നും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല സാറേ. എൻ്റെ മോനെന്ന് പറഞ്ഞ 10 മാറ്റ് തങ്കമാണ് സാറേ എന്നൊക്കെ പറഞ്ഞ് മൂങ്ങ മുത്തശ്ശി അങ്ങനെ നമ്മുടെ പ്രകാശനെ വെള്ള പൂശിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശനാണെങ്കിലും എൻ്റെ അമ്മ പറഞ്ഞതൊക്കെ സത്യ സാറേ എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പം നമ്മുടെ കല്യാണിക്കും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയ്ക്കും ദീപയ്ക്കും ഒക്കെ ഈ പ്രകാശനെയും മൂങ്ങയും വലിച്ചു കീറാനുള്ള ദേഷ്യത്തോടു കൂടി ഇരിക്കുക. എന്താന്ന് വെച്ചാൽ
ഇവരെയൊക്കെ കുറിച്ച് വളരെ മോശമായിട്ടാണല്ലോ പ്രകാശന്റെ അമ്മയും ഒക്കെ കോടതിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ഇപ്പതാ വേറെ രീതിയിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിലും ഒക്കെ പറഞ്ഞു വളച്ചൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഇവരെ വലിച്ചു കീറാനുള്ള അരിശമുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണും നാളെ നമ്മുടെ പ്രകാശന്റെ ചീട്ട് കീറോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വൈകുന്നേരം വരാവേ. എല്ലാവരും കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്